Welcome, dears. Now we are going to the second chapter of EVS for 4th standard, The Leaves Too Has to Say. In this lesson, we discuss about plants. First of all, we can separate the part of a plant into two. Part of the plant above the soil level forms shoot system, and part of the plant below the soil level forms root system. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പരിസര പഠനത്തിന്റെ 2ാം യൂണിറ്റ് ആണ് ചർച്ച ചെയ്യുന്നത്. ഇലയ്ക്കുമുണ്ട് പറയാൻ എന്നാണ് ഈ പാഠഭാഗത്തിന്റെ പേര്. ഇതിൽ നമ്മൾ സസ്യങ്ങളുടെ പ്രത്യേകതകളാണ് മനസ്സിലാക്കുന്നത്. ആദ്യമായി സസ്യത്തിന്റെ ഇതര ഭാഗങ്ങളെ നമുക്കൊന്ന് നിരീക്ഷിക്കാം. സസ്യത്തിന്റെ മണ്ണിന് മുകളിൽ വളരുന്ന ഭാഗത്തെ കാണ്ഡമെന്നും മണ്ണിനടിയിൽ വളരുന്ന ഭാഗത്തെ വേരെന്നുമാണ് പറയുക. ആദ്യമായി നമുക്ക് വേരുകളെക്കുറിച്ച് അല്പം വിശദമായി മനസ്സിലാക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാം, നമുക്ക് ചുറ്റും ധാരാളം സസ്യങ്ങളുണ്ട്. എന്തെല്ലാം സസ്യങ്ങളെ നിങ്ങൾക്ക് പരിചയമുണ്ട്? പരിചയമുള്ള എല്ലാ സസ്യങ്ങളുടെയും പേരറിയാമോ? നമുക്ക് പരിചയമുള്ള സസ്യങ്ങളുടെ പേരെഴുതിയാലോ? ഹോളി ബാസിൽ അഥവാ തുളസി, അമരാന്തസ്, ചീര, ബാംബു, മുള, അരിക്കനറ്റ് പാം, കവുങ്ങ്, മുത്തങ്ങ. Children, you want to find out more example and write in your EVS diary. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി നോട്ട്ബുക്കിലേക്ക് എഴുതുമല്ലോ. ഈ സസ്യങ്ങളെ ഒന്ന് നോക്കൂ. ഇവയെല്ലാം വേരോടുകൂടി പിഴുതെടുത്തവയാണ്. സ്ക്രീനിൽ കാണുന്ന സസ്യങ്ങൾ ഏതെല്ലാം എന്ന് നിരീക്ഷിക്കൂ. അവ ഏതെല്ലാം എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ. തുളസിയും മുത്തങ്ങയും അല്ലേ? ഈ 2 സസ്യങ്ങളുടെയും വേരുകൾ ഒരുപോലെയാണോ? വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് 2 root systems? Children, the root of tulasi and muttanga are not similar. Do you observe it? Did they have same size? ഒരേ വണ്ണത്തിലുള്ളവയാണോ ഈ 2 വേരുകളും? മറ്റു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? Taproot system. The taproot system consists of the larger taproot and the smaller branches growing from it. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന പ്രധാന വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ് വേരുപടലം. Fibrous root system. The fibrous root does not have a single main root. It includes a cluster of similar roots growing from the base of the stem. നാരുവേര് പടലത്തിൽ പ്രധാന വേരില്ല. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്നും വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരുപടലം. ഇനി നമ്മൾക്ക് ഈ 2 തരം വേരുകളെയും പറ്റിയുള്ള പ്രത്യേകതകൾ ഒന്ന് എഴുതി നോക്കാം. Differences between taproot system and fibrous root system. Taproot system. A thick main root growing from the base of the stem. തായ് വേരുപടലം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വണ്ണമുള്ള ഒരു വേര് കാണുന്നു. Several small roots growing from the main root. പ്രധാന വേരിൽ നിന്നും നിരവധി ശാഖാവേരുകൾ കാണപ്പെടുന്നു. Plants with taproot system grows more deeply and holds the plant firmly in the soil. തായ്വേര് പടലമുള്ള സസ്യങ്ങളുടെ വേരുകൾ വളരെ ആഴത്തിലേക്ക് വളരുന്നു. ഇത് സസ്യത്തിനെ മണ്ണിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്നു. It is very difficult to uproot. ഇത്തരം സസ്യങ്ങൾ പിഴുതെടുക്കാൻ ബുദ്ധിമുട്ടാണ്. Fibrous root system. Several roots growing from the base of the stem. കാണ്ഡത്തിന്റെ ചുവട്ടിൽ ധാരാളം വേരുകൾ വളർന്നതായി കാണുന്നു. All roots are same size. എല്ലാ വേരുകളും ഒരേ വണ്ണമുള്ളവയാണ്. The plants with fibrous root system does not grows deep in the soil. നാരുവേര് പടലമുള്ള സസ്യങ്ങളുടെ വേരുകൾ ആഴത്തിലേക്ക് വളരുന്നില്ല. It is very easy to uproot the plants.
ഇത്തരം സസ്യങ്ങൾ എളുപ്പത്തിൽ പിഴുതെടുക്കാം. കുറച്ചു മുൻപ് ധാരാളം സസ്യങ്ങളുടെ പേരുകൾ നമ്മൾ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നില്ലേ? അവയെ വേരുകളുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് വേർതിരിച്ചാലോ? ടാപ്പ് റൂട്ട് സിസ്റ്റം, തുളസി, അമരാന്തസ്. പ്ലാന്റ്സ് വിത്ത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, മുത്തങ്ങ, ഗ്രാസ്. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി ഈ പട്ടിക വിപുലീകരിക്കുക. Find out more examples and elaborate this list. Today's assignment: write notes on taproot system and fibrous root system. കുറിപ്പ് എഴുതുക. തായ്വേരു പടലം, നാരുവേരു പടലം. Next, draw the picture of taproot system and fibrous root system. നാരുവേര് പടലത്തിൻ്റെയും തായ്വേരു പടലത്തിൻ്റെയും ചിത്രം നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ വരയ്ക്കുക.